അല്ലാഹുവിന്റെ ദീൻ അട്ടിമറിക്കാൻ പാടില്ല. ഞാൻ അവിടെ പൂനൂരിൽ വെച്ച് എന്റെ തന്നെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു. കുറ്റ്യാടിയിലുള്ള ഒരു ക്ലിപ്പ്, മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഷാറുബാറക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ ഞാൻ കേൾപ്പിച്ച വിഷയം എന്തായിരുന്നു? അത് അപ്പുറത്തെ സമസ്തയുടെ വലിയ നേതാവായി ജാഥ നയിക്കുന്ന ആള് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദുകളുടെ സുവനീറിൽ അദ്ദേഹവും അവരുടെ ആ കൂടെ ഒരു ചിത്രം, അവരുടെ നേതാക്കന്മാർ മേടിച്ച് കുത്തിയിട്ട് ഇയാളും കൂടെ ഇരിക്കുന്ന ചിത്രം സമ്മേളന സുവനീറിൽ. അത് ഞാൻ എടുത്തു പറഞ്ഞു. അത് എടുത്തു പറഞ്ഞതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? ഞങ്ങൾ ആരെങ്കിലും സുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുത്തതായി തെളിയിച്ചു തന്നാൽ ഈ സമസ്തയുടെ കൊടി ഞങ്ങൾ അപ്പം നിലത്ത് വെച്ചോളാൻ, നിലത്ത് വെക്കാൻ അനുവദിക്കൂല, ഞങ്ങളെ കയ്യിലേക്ക് കൈമാറണം. അത് സമസ്തയുടെ കൊടിയാണ്. അത് നിലത്ത് വെക്കൽ മുമ്പേയുള്ള പരിപാടിയാണ്. നിങ്ങൾ വിടൂല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. സമസ്തയുടെ കൊടി നിങ്ങൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് അത് അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും സുന്നിയല്ലാത്തവരുടെ പരിപാടി പോയി പങ്കെടുത്തതിന് തെളിവ് തന്നാൽ കൊടി ഞങ്ങൾ നിലത്ത് വെച്ചോളാന്നാ പറഞ്ഞത്. അപ്പോ അൽഹംദുലില്ലാഹ് ഒരു ചന്ദ്രിക കൈ കിട്ടി. ഞാനിപ്പോ ദുബൈയിൽ നിന്ന് വരികയാണ്, പുറത്തു പോയിട്ടില്ല, വരുന്ന വരുത്താണ്. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട്ട് നിന്ന് കിട്ടിയ 2013 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദുൽ ഖദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്. ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞേച്ചിട്ടില്ല കേട്ടോ. ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്കുക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളെ സമസ്തക്കും ഇല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു സ്ഥാപിച്ച സമസ്ത, പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് ഷിയ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ നിലത്ത് വെച്ചോളാം. നിലത്ത് വെക്കണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ടതാണ്. പിന്നെന്തിനാണ് നിലത്ത് വെക്കുന്നത്? നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളത്. അല്ലാഹു തആല നിങ്ങളെയും നന്നാക്കട്ടെ. സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ഇവർക്ക് കുറെ ആളുകൾക്ക് പന്താടാനുള്ളതാണോ? ഇവർക്ക് കുറെ ആളുകൾക്ക് ഞങ്ങളാണ് സുന്നി, ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിനെ പണയം വെക്കാനുള്ളതാണോ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലിസ് സുന്നത്തി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ കിതാബുൽ ഗുന്യത്തിൽ പറഞ്ഞു, മുസ്ലിമാണോ മുഅ്മിനാണോ എന്നാൽ അവൻ സുന്നത്ത് ജമാഅത്തെ പിന്തുടരൽ നിർബന്ധമാണ്. വലാ യുകാസിറ അഹ്ലൽ ബിദ്അഇ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വർധനവുണ്ടാക്കാൻ പാടില്ല. അവരുടെ സമ്മേളനത്തിലും അവരുടെ പ്രസംഗത്തിലും അവരുടെ സദസ്സിലും പോയിട്ട് അവർക്ക് വർധനവുണ്ടാക്കാൻ പാടില്ല. നേരത്തെ പന്മൾ ഉസ്താദ് സൂചിപ്പിച്ചതും കാന്തപുരം ഉസ്താദ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുടെ സദസ്സിലും പങ്കെടുക്കാൻ പാടില്ല. ഗീബത്ത് പറയുന്നവന്റെ സദസ്സിലും നമീമത്ത് പറയുന്നവന്റെ സദസ്സിലും കളവ് പറയുന്നവന്റെ സദസ്സിലും പങ്കെടുക്കൽ ഹറാമാണെന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുയിൽ പറഞ്ഞതാണ്. അതേ ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞതാണ്. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. അത് ഞങ്ങൾ പറയുകയാണ്. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി.
ഇനി ഞാൻ പറയട്ടെ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അവരുടെ ആദരവും സ്നേഹവും പിടിച്ചുപറ്റി അവർക്ക് വിഷയം അവതരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവർക്ക് അവരുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് സ്നേഹാദരവോടുകൂടെ അവരുടെ കൂടെ പങ്കെടുക്കാൻ പാടില്ല. അതൊരു മുഅ്മിനായ മനുഷ്യന് പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ മഹാനായ ഉസ്താദ് അവர்கள் ഒരു സൂചന നൽകി, അപ്പുറത്ത് ചില നേതാക്കന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ആ നേതാക്കൾക്ക് ഇന്ന് വരെ ഉപദേശിക്കാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം നടക്കുമ്പോ, ഞങ്ങളുടെ ഒരു സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോ നിങ്ങൾ പോയാൽ തൊപ്പി തെറിപ്പിക്കും. അതുപോലെ തന്നെ ഇതാ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന കക്ഷികൾ ഇന്ന് വരെ പറഞ്ഞോ, ഹക്ക് തുറന്നു പറഞ്ഞോ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പരിപാടിയിൽ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞു. അതല്ലേ ദീൻ? ആ ദീൻ പറയാൻ നിങ്ങൾക്ക് ഇന്ന് വരെ സാധിച്ചു? അതല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതല്ലേ ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതല്ലേ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? തുഫൈലില്ലേ? അതല്ലേ ശാഫിഈയുടെ ഏറ്റവും പ്രബലമായ കിതാബ്? പട്ടിക്കാട് ദർസ് നടത്തുന്നില്ലേ? ശമ്പളവും പറ്റുന്നില്ലേ? അതിലില്ലേ ഈ പറഞ്ഞ വിഷയം? നിങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് ഹക്ക് പറയാൻ കഴിയുന്നില്ല? എന്നിട്ട് പ്രസംഗിക്കുകയാണ് കോഴിക്കോട്ടുനിന്ന്, ഞങ്ങൾ ഹക്ക് തുറന്ന് പറയുന്ന കക്ഷികളാണ്, ഹക്ക് മാത്രം നിങ്ങൾ മൂടി വെക്കുന്നു, ബാത്തിൽ തുറന്ന് പറയുന്നു. ഇതാണ് സംഭവം.